hello guys. Okay, welcome. നോക്കടാ, നമ്മൾ എക്സാമിന് തിരക്കിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത്തെ ചാമ്പ് എന്ന് പറയുന്ന പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ്സ് എ ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താണ്? ന്യൂസ് റിപ്പോർട്ടിംഗ് ആണ്. നമുക്ക് എങ്ങനെ ന്യൂസ് റിപ്പോർട്ട് എഴുതാം? ഇവിടെ നോക്ക്, ചോദ്യം തന്നിട്ടുണ്ട്. നോക്കിയേ, ഇൻ ദ സ്റ്റോറി ദ ചാമ്പ് വി ഹാവ് സീൻ രാധ. നമ്മൾ രാധ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കണ്ടു. ദ ബ്രേവ് ഗേൾ, വളരെ ബ്രേവ് ആയിട്ടുള്ള. ഇമാജിൻ രാധ ഗോട്ട് ആൻ അവാർഡ് ഫോർ ബ്രേവറി ഫ്രം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. രാധയ്ക്ക് എന്ത് കൊടുത്തു? അവളെ ബ്രേവറിക്കുള്ള ഒരു അവാർഡ് ആര് കൊടുക്കാണ്? നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് കൊടുക്കുകയാണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കണം. അപ്പൊ നോക്ക്, നമ്മൾ വാട്ട് ദ ഹെഡ്ലൈൻസ് ബി, വേർ വിൽ യു റൈറ്റ് ദ പ്ലേസ് ആൻഡ് ദ ഡേറ്റ് ഓഫ് യു. ഇതൊക്കെ എന്നിട്ട് ഒത്തിരി ഫോർമാറ്റ്സ് നമുക്കുണ്ട്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? എങ്ങനെ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് എഴുതണം? ഇവിടെ നോക്കുക, ഫീച്ചേഴ്സ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ട് വിശദമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. നോക്ക്, നമ്മൾ അതിൽ ആദ്യം ഹെഡ്ലൈൻ കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഹെഡ്ലൈൻ കൊടുക്കുക? വളരെ കാച്ചി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ നമ്മൾ കൊടുക്കണം. അതായത് എന്താണ്? ഇത് ഇവിടെ ബ്രേവറി അവാർഡാണ് അല്ലേ? അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് എന്ത് വേണം? ഒറ്റയടിക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തലക്കെട്ട് നമ്മൾ കൊടുക്കണം. രണ്ടാമത്തത് ബൈ ലൈനാണ്. റൈറ്റേഴ്സ് നെയിം, ആരാണോ എഴുത്തുകാരൻ അയാളുടെ പേര് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിവിടെ കൊടുക്കണം, ബൈ ലൈൻ. മൂന്നാമത്തത് എന്താണ്? പ്ലേസ് ലൈൻ ആണ്. മൂന്നാമത്തത് എന്താണ്? ഇറ്റ് ഈസ് പ്ലേസ് ലൈൻ. പ്ലേസ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? എവിടെയാണ് സംഭവം നടക്കുന്നത്? നാലാമത്തത് ലീഡ്. ലീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്ത് സംഭവിച്ചു? ആർക്ക് സംഭവിച്ചു? വെൻ, എപ്പോൾ സംഭവിച്ചു? വേർ, എവിടെ സംഭവിച്ചു? ഹൗ, എങ്ങനെ സംഭവിച്ചു? വിശദമായിട്ട് നമ്മുടെ കാര്യങ്ങൾ വരേണ്ടത് എവിടെയാ? ലീഡ്, നാലാമത്തേലാണ്. അടുത്ത് നോക്കുക, ബോഡി ഓഫ് ദ ടെക്സ്റ്റ് പറഞ്ഞ എന്താണ്? നമ്മൾ എന്താണ് വളരെ എന്താണ് കുറച്ചുകൂടി അതിന്റെ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ആ കാര്യങ്ങൾ പറയൂലേ. കൊട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നോക്കി നിന്ന് ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ എഴുതാം. അങ്ങനെ നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ പോവാണ്. നമ്മുടെ രാധയ്ക്ക് എന്ത് കിട്ടി? അവാർഡ് കിട്ടാൻ പോവാണ്. നാഷണൽ ബ്രേവറി അവാർഡ് ടു രാധ ഫ്രം UP. എന്തൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, UP-യിലെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയായി. ഇപ്പൊ നമ്മൾ കണ്ടു കുംഭമേളയിലെ മോണോലിസ് അല്ലേ? അതേപോലെ എന്താണ്? നാഷണൽ ബ്രേവറി അവാർഡ് ടു രാധ ഫ്രം UP-യിലെ രാധ ാണ് എന്ത് അവാർഡ് നമ്മൾ കൊടുക്കുന്നത്? നാഷണൽ ബ്രേവറി അവാർഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊടുക്കുന്നത്. നോക്ക്, ന്യൂഡൽഹിയിലാണ് സംഭവം. ഡിസംബർ 20 സംഭവിച്ചത് എപ്പോഴാണ്? ഡിസംബർ 20. രാധ, a 13-year-old girl from a small hill town in the UP, has been selected for the National Bravery Award. UP-യിലെ ഗ്രാമത്തിലെ ഒരു കൊച്ചു പെൺകുട്ടിയായ 13 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായ രാധ എന്ന് പറയുന്നവർക്കാണ് എന്താ? രാധ എന്ന് പറയുന്ന ആ കൊച്ചു കുഞ്ഞിനാണ് എന്ത്? ഈ പ്രാവശ്യത്തെ ബ്രേവറി അവാർഡ് നമ്മുടെ പ്രസിഡന്റ് സമ്മാനിക്കുന്നത്. എന്തിനാണ് അവൾക്ക് അവാർഡ്? ഷി റെസ്ക്യൂഡ് എ ബോയ് ഫ്രം എ സ്വിഫ്റ്റ് കറന്റ് ഇൻ ദ യമുന റിവർ. യമുന നദിയിലെ അപകടം പിടിച്ച ഒഴുക്കിൽ നിന്നും അവൾ ആരെ രക്ഷിച്ചു? ഷി റെസ്ക്യൂഡ് എ ബോയ്. അവൾ ഒരു ആൺകുഞ്ഞിനെ രക്ഷിച്ചു, ഒരു ആൺകുട്ടിയെ രക്ഷിച്ചു. എങ്ങനെയാ രക്ഷിച്ചത്? റിസ്കിങ് ഹർ ഓൺ ലൈഫ്. അവളുടെ ജീവിതം അവൾ അപകടത്തിൽപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്തത്? അവൾ രക്ഷിച്ചത്. രാധ ഷോഡ് exemplary courage in rescuing the drowning boy. The government decided that they would sponsor education. അപ്പോൾ നമ്മുടെ സർക്കാർ എന്ത് പറഞ്ഞു? അവർ സ്പോൺസർ ചെയ്യും. രാധയുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യും? നമ്മുടെ സർക്കാർ സ്പോൺസർ ചെയ്യുമെന്ന് സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റെടുത്തിട്ടുണ്ട്. She will receive award for bravery on the Republic Day. റിപ്പബ്ലിക് ഡേന്റെ അന്ന് എന്ത് ചെയ്യും? രാധയെ ഈ അവാർഡ് നൽകി എന്ത് ചെയ്യും? രാജ്യം ആദരിക്കും. എന്ന് മതി. ഇത്രയും എഴുതി എന്താണ് നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? എന്താടാ നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? സംഭവം സെറ്റായി. ഓക്കെ അല്ലേ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ.